ഹലോ ഫ്രണ്ട്സ്, ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൂൺ അഥവാ മഷ്റൂം കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. സെലേനിയം, വൈറ്റമിൻ സി, കോളിൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂണിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകളോടൊപ്പം പ്രോട്ടീൻ, ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ, നാരുകൾ എന്നിവയും കൂണിലുണ്ട്. ഈ പോഷകങ്ങളെല്ലാം ചേർന്ന് കോശങ്ങളുടെയും ടിഷ്യൂകളുടെയും നാശത്തെ തടയുകയും അങ്ങനെ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. ദഹനം മെച്ചപ്പെടുത്താനും ഉപാപചയം നിയന്ത്രിക്കാനും സഹായിക്കുന്ന ധാരാളം നാരുകൾ കൂണിൽ അടങ്ങിയിട്ടുണ്ട്. കൂണിൽ കൊഴുപ്പോ കാർബോഹൈഡ്രേറ്റുകളോ അടങ്ങിയിട്ടില്ല. അതിനാൽ ഇത് ശരീരഭാരം കുറയ്ക്കാനുള്ള ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഹൃദയാരോഗ്യത്തിന് കൂണിലുള്ള നാരുകൾ, പൊട്ടാസ്യം, വൈറ്റമിൻ സി എന്നിവ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഘടകങ്ങളും കൂണിൽ അടങ്ങിയിട്ടുണ്ട്. ഹൃദയധമനികൾ, രക്തക്കുഴൽ എന്നിവയിലെ കൊഴുപ്പ് നീക്കം ചെയ്യാൻ കൂൺ സഹായിക്കും. രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്താനും കൂൺ സഹായിക്കും. ഇതെല്ലാം ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് കൂണിലടങ്ങിയിട്ടുള്ള പോളിസാക്കറൈഡ് ചർമ്മത്തെ ജലാംശം നിലനിർത്തി മിനുസമുള്ളതാക്കുന്നു. പ്രായമാകുമ്പോൾ ചർമ്മത്തിനുണ്ടാകുന്ന കരുവാളിപ്പ്, കറുത്ത പാടുകൾ എന്നിവ മാറ്റാനും കൂൺ സഹായിക്കും. ഷുഗർ കുറയ്ക്കുന്നു. പ്രമേഹ രോഗികൾക്കും കൂൺ കഴിക്കാവുന്നതാണ്. കൂണിലെ ബീറ്റാ ഗ്ലൂക്കൻ്റെ സാന്നിധ്യം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽഷ്യം, വൈറ്റമിൻ ഡി എന്നിവ കൊണ്ട് സമ്പന്നമായതാണ് കൂൺ. ഇത് നിങ്ങളുടെ പോഷകങ്ങളുടെ ദൈനംദിന ആവശ്യകത നിറവേറ്റാൻ സഹായിക്കുന്നു. ഇതുമൂലം കൂൺ ശക്തമായ അസ്ഥികൾ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഓസ്റ്റിയോപൊറോസിസ് എന്ന അവസ്ഥ തടയാനും കൂൺ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ക്യാൻസറിനെ തടയുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും ബി കോംപ്ലക്സ് വിറ്റാമിനുകളുടെ സമ്പന്നമായ ഉറവിടമാണ് കൂൺ. ഇത് കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ട്യൂമർ രൂപീകരണം തടയുന്നതിനും സഹായിക്കുന്നു. പഠനങ്ങൾ പ്രകാരം ശ്വാസകോശം, സ്തനങ്ങൾ, പ്രോസ്റ്റേറ്റ്, മറ്റു തരത്തിലുള്ള ക്യാൻസർ എന്നിവയുടെ വികസനം തടയാൻ കൂൺ സഹായിക്കും. വിളർച്ചയ്ക്ക് പരിഹാരം. വിളർച്ച ഇരുമ്പിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. അത്തരം അവസ്ഥയിൽ ക്ഷീണം, ദഹനപ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ കൂണിൽ ഇരുമ്പ് ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഈ ലക്ഷണങ്ങളെ തടയാൻ കൂൺ കഴിക്കുന്നത് നല്ലതാണ്. ഇരുമ്പ് ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. തലച്ചോറിൻ്റെ ആരോഗ്യത്തിന്, മെച്ചപ്പെട്ട മസ്തിഷ്ക ആരോഗ്യത്തിന് കൂൺ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, മറ്റ് ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങൾ എന്നിവ തടയാൻ സഹായിക്കുന്നു. ഇത് പ്രായമായവരെ അവരുടെ തലച്ചോറിൻ്റെ ആരോഗ്യവും നാഡീവ്യവസ്ഥയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. മെമ്മറി മെച്ചപ്പെടുത്താനും മഷ്റൂം അഥവാ കൂൺ കഴിക്കുന്നത് നല്ലതാണ്. ദഹനാരോഗ്യത്തിന് കൂണിൻ്റെ മറ്റൊരു ആരോഗ്യ ഗുണം അവയുടെ പ്രോബയോട്ടിക് ഗുണമാണ്. ഇത് കുടലിൻ്റെ ആരോഗ്യം നിലനിർത്താനും കുടലിലെ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കൂടാതെ ഇത് ദഹനം മെച്ചപ്പെടുത്താനും മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കൂൺ അഥവാ മഷ്റൂം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. എന്നാൽ എല്ലാ കൂണുകളും ഭക്ഷ്യയോഗ്യമല്ല. കൂൺ മഞ്ഞൾപ്പൊടി കലർത്തിയ വെള്ളത്തിലിട്ട് 15 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ നീല നിറമാകുന്നത് വിഷക്കൂണും നിറവ്യത്യാസമില്ലെങ്കിൽ അത് ഭക്ഷ്യയോഗ്യവുമാണ്. ചുവപ്പും മഞ്ഞയും ഒക്കെ കലർന്ന നിറമുള്ള കൂണുകൾ വിഷമുള്ളവയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കൂണിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.